നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തനിക്ക് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണം എന്നുള്ള ആവശ്യം സുധാകരൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വമാകട്ടെ അങ്ങനെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാകാൻ ഒരാൾക്കും കഴിയുകയില്ല എന്നും പാർട്ടിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ കെ സുധാകരൻ്റെ വളരെ വിശ്വസ്തനായ ഒരു അനുയായിയായിട്ടാണ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം വളരെ വൈകാരികമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ സുധാകരൻ വ്യക്തമാക്കിയത്. കണ്ണൂരിൽ ഇന്നുള്ള നേതാക്കൾ പലരും തൻ്റെ പ്രോത്സാഹനത്തിൽ വളർന്നു വന്നവരാണ് എന്നുള്ള കാര്യം അദ്ദേഹം അതിൽ പ്രത്യേകം എടുത്തു കാട്ടുന്നുണ്ട്. മാത്രമല്ല തന്നെ ഹൃദയരക്തമാണ് കണ്ണീരെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഏതായാലും കെ സുധാകരൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ അരങ്ങത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം കണ്ണൂരിലെ വീട്ടിൽ തന്നെയുണ്ട്. ഡൽഹിയിലെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് കെ സുധാകരൻ കഴിയുന്നത്. കെ സുധാകരൻ്റെ അനുയായികൾ ഇപ്പോൾ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയും സുധാകരനുമായി ചർച്ചകൾ ഏർപ്പെടുകയുമാണ് ചെയ്യുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ ചില പരാമർശങ്ങളിൽ കെ സുധാകരൻ അങ്ങേയറ്റം കുപിതനാണ് എന്നാണ് പറയപ്പെടുന്നത്. VD സതീശൻ കെ സുധാകരൻ ഫേസ്ബുക്ക് എന്താണെന്ന് അറിയാമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയും മാത്രമല്ല താൻ കെ സുധാകരനുമായി സംസാരിച്ചു എന്നും അദ്ദേഹവുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു എന്നുമൊക്കെയാണ് VD സതീശൻ പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ്റെ അനുയായികൾ പറയുന്നത്. VD സതീശൻ കെ സുധാകരൻ്റെ ഫോണിൽ വിളിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഒത്തുതീർപ്പിന് തയ്യാറായിട്ടില്ല എന്നും തന്നെയാണ് ഇപ്പോൾ കെ സുധാകരനോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത്. കെ സുധാകരൻ ഇനി എപ്പോഴാണ് അടുത്ത മാധ്യമങ്ങളെ കാണുന്നത് എന്നുള്ള ഉത്കണ്ഠയിലാണ് കോൺഗ്രസ് നേതൃത്വം. കെ സുധാകരനെക്കുറിച്ച് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇന്നും കോൺഗ്രസ്സിന് അവിടെ നിലനിൽക്കാൻ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരാൾ കെ സുധാകരൻ തന്നെയാണ്. കണ്ണൂരിലെ CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ തോതിൽ തന്നെ പ്രതികരിച്ച നേതാവാണ് കെ സുധാകരൻ. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയധികം വധശ്രമം നേരിട്ട മറ്റൊരു കോൺഗ്രസ് നേതാവ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കെ സുധാകരൻ ഇപ്പോൾ തനിക്ക് നിയമസഭാ സീറ്റ് വേണം എന്നാവശ്യപ്പെടുന്നത്. മാത്രമല്ല സുധാകരൻ്റെ അനുയായികൾ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അന്ന് നൽകിയിരുന്ന വാഗ്ദാനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാമെന്നാണ് എന്നും രാഹുൽ ഗാന്ധി അന്ന് നൽകിയ വാക്ക് പാലിക്കണം എന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനിടെയാണ് തിങ്കളാഴ്ച കെ സുധാകരനെ രാഹുൽ ഗാന്ധി ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതായി വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ ഡൽഹിയിലേക്ക് പോകാൻ കെ സുധാകരന് യാതൊരു ഉദ്ദേശവുമില്ല, അങ്ങനെ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തർ പറയുന്നത്. ഡൽഹിയിൽ പോയി ചർച്ച നടത്തിയാൽ അതൊക്കെ വെറും കണ്ണിൽ പൊടിയിടലായിരിക്കുമെന്നും തനിക്ക് മത്സരിക്കാൻ സീറ്റ് തരാതിരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ നടക്കുന്നത് എന്നും തന്നെയാണ് സുധാകരൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് താൻ കണ്ണൂരിൽ മത്സരിക്കുകയാണെങ്കിൽ 110% വിജയിക്കുക തന്നെ ചെയ്യും എന്ന്. ഏതായാലും കെ സുധാകരൻ രണ്ടും കൽപ്പിച്ച് മത്സരത്തിന് ഇറങ്ങിയ മറ്റോ ചെയ്യുകയാണെങ്കിൽ അത് കണ്ണൂരിൽ മാത്രമല്ല മലബാർ മേഖലയിലാകെ തന്നെ കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നിയോജകമണ്ഡലത്തിലുടനീളം സുധാകരൻ്റെ അനുകൂലികൾ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് കെ സുധാകരന് കേരളം മുഴുവൻ അനുയായികളുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ സുധാകരന് സീറ്റ് നൽകില്ല എന്ന ഘട്ടം വന്നപ്പോൾ തന്നെ തിരുവനന്തപുരത്തുള്ള കെ സുധാകരൻ്റെ അനുയായികൾ ഇന്ദിരാഭവനിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നതായും പിന്നീട് കെ സുധാകരൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അവർ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയത് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഏതായാലും കണ്ണൂർ സിംഹം രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഒരു കാരണവശാലും മത്സരിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് വല്ലാത്ത വെട്ടിലാണ്. കാരണം കെ സുധാകരന് മത്സരിക്കാൻ സീറ്റ് നൽകിയാൽ കേരളത്തിൽ നിന്നുള്ള മറ്റു പല ലോക്സഭാംഗങ്ങളും തങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയാൽ പിന്നെ അവരെ ഒഴിവാക്കാൻ കഴിയുകയില്ല. ഇതുണ്ടാക്കുന്ന വലിയൊരു പ്രതിസന്ധി കേരള രാഷ്ട്രീയത്തിലുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇനി അങ്ങനെ ഒരു MP ആരെയും മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ശക്തമായ നിലപാടിലേക്ക് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുള്ളത്. പക്ഷേ സുധാകരനെ ആര് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വരുന്ന ചോദ്യം. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ശക്തമായ നിലപാടുള്ള ഒരാളാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞാലൊന്നും അനുസരിക്കുന്ന പ്രകൃതക്കാരനല്ല എന്നും എല്ലാവർക്കും അറിയാം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനുയായികളുമൊക്കെ തന്നെ ഇപ്പോൾ വല്ലാത്ത രോഷത്തിലാണ്. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പിലെ വലിയ തോതിൽ ദോഷകരമായി ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഭീതിയോടെ ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ വിജയസാധ്യതയെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള രീതിയിലേക്ക് ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ മാറുമോ എന്നുള്ള ഭയവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. സുധാകരനെ ആര് അനുനയിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം. നേരത്തെ ആയിരുന്നെങ്കിൽ AK ആന്റണിയെ പോലെയുള്ള വളരെ ഉന്നതരായ സീനിയറായ നേതാക്കന്മാർ ഇടപെട്ട് ഇക്കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കുമായിരുന്നെങ്കിലും എന്നാൽ ഇപ്പോൾ AK ആന്റണിയും കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളതുമൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നുണ്ട്.